സ്റ്റുഡൻസ്, ചാപ്റ്റർ 1 ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ എന്ന പോർഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്. എ കെമിക്കൽ ഇക്വേഷൻ ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ ഈസ് കോൾഡ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ഏത് കെമിക്കൽ ഇക്വേഷൻ്റെ ബോത്ത് സൈഡ്സിലും രണ്ട് സൈഡ്സിലും ഏതൊക്കെ റിയാക്ടൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണെങ്കിൽ അതിനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 2H2O plus O2 gives 2H2O. ഇവിടെ 2 2s are 4 ഹൈഡ്രജൻ, ഇവിടെ 2 2s are 4 ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ ഓക്സിജൻ 2, ഇവിടെ ഓക്സിജൻ 2. ഈ 2 ഈ ഹൈഡ്രജനും ഓക്സിജനും രണ്ടിനും കൂടിയുള്ള 2 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നിങ്ങൾക്കിതിൻ്റെ ഡെഫിനിഷനോ എക്സാമ്പിൾസോ ഒന്നുമല്ല ചോദിക്കുക. എന്താണ് ചോദിക്കുക? ഒരു കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് തരും ക്വസ്റ്റ്യനായിട്ട്, അതിനെ നിങ്ങൾ ബാലൻസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഫോമിൽ ഒരു റിയാക്ഷൻ തരും, അതിനെ നിങ്ങൾ കെമിക്കൽ ഇക്വേഷൻ ആക്കിയിട്ട് ബാലൻസ് ചെയ്യുക. സോ നമുക്ക് അതിലേക്ക് തന്നെ പോവാം. 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. മെത്തേഡ് 1 ആണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. മെത്തേഡ് 1 മെയിനായിട്ട് നിങ്ങളുടെ ബുക്കിൽ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് തന്നെയാണ്. അതിൽ കുറച്ച് ചേഞ്ചസും കുറച്ച് ടിപ്സും ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേഗം ബാലൻസ് ചെയ്യാൻ കഴിയും, കറക്റ്റായിട്ട് വേഗം ബാലൻസ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനാണ് Na3PO4 plus KOH gives NaOH plus K3PO4. ഏത് ഇക്വേഷനും ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പറയുന്ന ഈ ഓർഡറിൽ ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെ? ആദ്യം മെറ്റൽസിനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, ദെൻ നോൺ മെറ്റൽസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത നോൺ മെറ്റൽസ് ഏതൊക്കെയാണോ അതിലൊക്കെ, അതായത് കാർബൺ, നൈട്രജൻ, കാർബൺ, നൈട്രജൻ അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ, അതിനൊക്കെ ബാലൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക, ഓക്സിജനെ ലാസ്റ്റ് വെക്കുക. എപ്പോഴും ബാലൻസ് ചെയ്യുമ്പോൾ ഓക്സിജനെ ഏറ്റവും ലാസ്റ്റും ഹൈഡ്രജനെ സെക്കൻഡ് ലാസ്റ്റും ബാലൻസ് ചെയ്യുക. ഈ ഓർഡറിൽ ചെയ്താൽ ഒരുവിധം നിങ്ങൾക്ക് വേഗം ബാലൻസ് ചെയ്യാൻ ഈസിയാവും. സോ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ അടുത്ത് ആറ്റംസ് ഉള്ളതിനൊക്കെ എടുത്തെഴുതുക. സോഡിയം, സോഡിയം എഴുതി, ദെൻ ഫോസ്ഫറസ് എഴുതി, ഓക്സിജൻ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എഴുതുക. ഓക്കെ, ദെൻ നമ്മൾ എഴുതി പൊട്ടാഷ്യം K, ദെൻ ഹൈഡ്രജൻ, ദെൻ ഓക്സിജൻ. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഫസ്റ്റ് റിയാക്ടൻ സൈഡിൽ സോഡിയം എത്രയുണ്ട്? 3. ഓക്കെ, പ്രൊഡക്റ്റ് സൈഡിലോ ഇവിടെ 1 സോഡിയം ഉള്ളൂ. സോ നമുക്കൊരിക്കലും ഈ താഴ്ഭാഗത്ത് ഇവിടെ എഴുതാൻ കഴിയില്ല, കാരണം അപ്പോൾ ആ കോമ്പൗണ്ട് തന്നെ ചേഞ്ച് ആയി പോകും. ഈ കോഎഫിഷ്യൻ സൈഡിലാണ് നമ്മളെപ്പോഴും നമ്പർ എഴുതുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ എപ്പോഴും എഴുതുമ്പോൾ ഈ സൈഡിൽ കുറച്ച് സ്പേസ് വിടുക, ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഇനി നമ്മൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ സോഡിയത്തിനെ 3 ആക്കും. ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കുക. ദെൻ ഇവിടെയും 3 ആയി, ഇവിടെയും സോഡിയം 3 ആയി. ഇവിടെ ഒരു ടിക്ക്, സോഡിയം ഓക്കെ ആയി. ബട്ട് ഈ 3 ഈ 3നും കൂടി ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ദെൻ ഫോസ്ഫറസ്. ഇനി നമ്മൾ ഇങ്ങനെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് പോകരുത്. ഈ ഇക്വേഷനിൽ ഇനി ഫോസ്ഫറസ് ഇവിടെ 1, ഇവിടെ 1 ടിക്ക്. പൊട്ടാഷ്യം ഇവിടെ 1, ഇവിടെ 3 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? താഴെ എഴുതാൻ കഴിയില്ല. സോ കോഫിഷ്യൻറ്റിൻ്റെ അവിടെ ഒരു 3. പൊട്ടാഷ്യം ബാലൻസ്ഡ്. ദെൻ ഹൈഡ്രജൻ ഇവിടെ 3, ഇവിടെയും 3, അതും ടിക്ക്. നെക്സ്റ്റ് ഓക്സിജൻ ഇവിടെ 4, ഇവിടെയും ഉണ്ട് 3. ഓക്കെ, റിയാക്ടൻ സൈഡിൽ 2 ഉണ്ടെങ്കിൽ 2 റിയാക്ടൻസ് ഉണ്ടെങ്കിൽ രണ്ടത്തെയും കൗണ്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ 3 ഉണ്ട്. 3 + 4 3 + 4 = 7. ഇവിടെ ടോട്ടൽ 7 ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ട് 3, ഇവിടെ ഉണ്ട് 4. സോ ഇവിടെയും 4 + 3 7, ഓക്സിജനും ടിക്ക്. നൗ ഈ സ്റ്റെപ്പാണ് വേരിഫിക്കേഷൻ ചെയ്യുക. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ പിന്നെ ചെയ്തതിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ടാകും. സോ ഈ വേരിഫിക്കേഷൻ എന്നുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി വെരിഫൈ ചെയ്യാം. ഇവിടെ സോഡിയം 3, ഇവിടെ 3, എന്നിട്ട് നമ്മൾ ഇവിടെ ടിക്ക് ഇടുക. ഓക്കെ, ദെൻ ഫോസ്ഫറസ് ഇവിടെ 1, ഇവിടെ 1 ടിക്ക്.
പൊട്ടാഷ്യം ഇവിടെ 3 ഇവിടെ 3 ടിക്ക്. ഹൈഡ്രജൻ ഇവിടെ 3 ഇവിടെ 3. ഓക്സിജൻ ഇവിടെ 4 + 3 7 ഇവിടെ 3 + 4 7. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ CF4 + Br2 gives CbR4 + F2. ഓക്കെ. ഇവിടെ നമുക്ക് മെറ്റൽസും ഇല്ല, ഹൈഡ്രജനും ഓക്സിജനും ഇല്ല. സോ നമുക്ക് തന്ന അതേ ഓർഡറിൽ തന്നെ എഴുതാം. കാർബൺ, ഫ്ലൂറിൻ, ബ്രോമിൻ. ഓക്കെ. ഇത് നോക്കാം. കാർബൺ ഇവിടെ 1 ഇവിടെ 1 ടിക്ക്. ഫ്ലൂറിൻ ഇവിടെ 4 ബട്ട് ഇവിടെ 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു ടിക്ക്. ഇനി നമ്മൾ ഈ ക്വസ്റ്റൻ ആയിട്ട് നോക്കേണ്ടത്, തിരിച്ചിങ്ങോട്ട് പോകരുത്. ഇനി ഇവിടെ ഇനി എന്താണുള്ളത്? ബ്രോമിൻ. ബ്രോമിൻ ഇവിടെ 2 ഇവിടെ 4 ഉണ്ട്. എന്ത് ചെയ്യും? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. എന്തായി? ഓക്കെ, ബാലൻസ് ആയല്ലോ. അതും ടിക്ക്. ഇനി വെരിഫൈ ചെയ്യാം. ഇവിടെ 1 കാർബൺ ഇവിടെ 1 കാർബൺ ടിക്ക്. ഫ്ലൂറിൻ ഇവിടെ 4 ഇവിടെ 4 അതും ടിക്ക്. ബ്രോമിൻ ഇവിടെ 4 ഇവിടെ 4 അതും ടിക്ക്. ഓക്കെ, കുറച്ചൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇനി തേർഡ് ഇക്വേഷൻ കോപ്പർ പ്ലസ് Cu + AgNO3 gives CuNO3 twice + Ag. ആദ്യം നമ്മൾ എഴുതി, മെറ്റൽസ് എഴുതി, പിന്നെ നോൺ മെറ്റാലിക് ഗ്യാസ് എഴുതി, പിന്നെ ലാസ്റ്റ് ഓക്സിജൻ എഴുതി. ഓക്കെ. കോപ്പറിന് നമുക്ക് നോക്കാം. കോപ്പർ ഇവിടെ 1 ഇവിടെ 1 ടിക്ക്. Ag ഇവിടെ 1 ഇവിടെ 1 ടിക്ക്. നൈട്രജൻ ഇവിടെ 1 ബട്ട് ഇവിടെ 2. ഈ 2 ഈ 2 ആറ്റംസിനും കൂടിയുള്ളതാണ്. ഓക്കെ. സോ നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ നൈട്രജനെ 2 ആക്കാം. ഇവിടെ ഇടാൻ കഴിയില്ലല്ലോ. സോ നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നൈട്രജൻ ഇവിടെ ബാലൻസ് ആയി. പക്ഷെ എന്തായി? ഇവിടെ നമ്മൾ ആദ്യം ടിക്കിട്ട സിൽവർ ചേഞ്ച് ആയിട്ടുണ്ട്. അതിനെ ഇപ്പോൾ നമ്മൾ നോക്കണ്ട. അതാ പറഞ്ഞത്, വേരിഫിക്കേഷനുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഓക്കെ. നൈട്രജൻ ഓക്കെ. നെക്സ്റ്റ് ആണ് ഓക്സിജൻ. ഇനി ഓക്സിജൻ ഇവിടെ 2 3s are 6 ഇവിടെ 3 2s are 6 അതും ടിക്ക്. ഇനി നമുക്ക് വെരിഫൈ ചെയ്യാം. കോപ്പർ ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ടിക്ക്. Ag ഇവിടെ 2 ഇവിടെ 1. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ ഒരു സിമ്പിളി ഒരു 2 ഇട്ടെടുത്താൽ അത് ഓക്കെ 2 അതും ടിക്ക്. നൈട്രോജൻ ഇവിടെ 2 ഇവിടെ 2 അതും ടിക്ക്. ഓക്സിജൻ ഇവിടെ 2 3s are 6 ഇവിടെ 3 2s are 6 അതും ടിക്ക്. ഓക്കെ. ഇനി ഫോർത്ത് ഇക്വേഷൻ PbOH twice + HCl gives H2O + PbCl2. നമ്മൾ അതിൻ്റെ ഏത് ആറ്റംസ് ഏതൊക്കെയുള്ളത് നമുക്ക് നോക്കാം. Pb ലെഡ് ഇവിടെ 1 ഇവിടെ 1 ടിക്ക്. Cl ഇവിടെ 1 ഇവിടെ 2. സോ എന്ത് ചെയ്യും? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ക്ലോറിനും 2. ഹൈഡ്രജൻ ഇനി ഇവിടെ ആയിട്ട് നോക്കേണ്ടത്. ഹൈഡ്രജൻ ഇവിടെ 2 ഇവിടെ 2 2 + 2 4 ഇവിടെ ഓൺലി 2 ഉള്ളൂ. ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഓൺലി 2 ഉള്ളൂ. സോ ഇവിടെ 2 ഇട്ടെടുത്താൽ 2 2s are 4 ഹൈഡ്രജനും ഓക്കെ. ദെൻ ഓക്സിജൻ ഇവിടെ 2 ഇവിടെ 2 ഓക്സിജനും ഓക്കെയാണ്. ഓക്കെ. ഇനി വെരിഫൈ ചെയ്യാം. ലെഡ് 1 ഇവിടെ 1 ടിക്ക്. ക്ലോറിൻ ഇവിടെ 2 ഇവിടെ 2 അതും ടിക്ക്. ഹൈഡ്രജൻ ഇവിടെ 2 ഇവിടെ 2 2 + 2 4 ഇവിടെ 2 2s are 4 അതും ടിക്ക്. ഓക്സിജൻ ഇവിടെ 2 ഇവിടെ 2 അതും ടിക്ക്. ഓക്കെ. ഞാൻ ബുക്കിലെ എക്സാമ്പിൾസ് അല്ല കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് വേറെ എക്സാമ്പിൾസാണ്. ബുക്കിലുള്ളത് നിങ്ങൾ തന്നെ എക്സസൈസിലൊക്കെ ഉള്ളത് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഇനി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഡൗട്ട്സൊക്കെ ചോദിക്കുക. നമ്മൾ ബുക്കത്തെ എക്സസൈസ് പിന്നെ ചെയ്യുന്നുണ്ട് ലാസ്റ്റ്. സോ അതാണ് ഞാനിപ്പോൾ അത് എടുക്കാതിരുന്നത്, വേറെ എടുത്തത്. ഇനി നമുക്ക് നോക്കാം. നെക്സ്റ്റ് Na3PO4 + CaCl2 gives NaCl + Ca3PO4 twice.
ആദ്യം നമ്മളെല്ലാം എഴുതി. നമുക്ക് നോക്കാം. ഇനി സോഡിയം ഇവിടെ 3, ഇവിടെ ഓൺലി 1. സോ എന്ത് ചെയ്തു? ഇവിടെ 3. ഓക്കെ, സോഡിയം ടിക്ക്. കാൽഷ്യം ഇവിടെ 1, ഇവിടെ 3. എന്ത് ചെയ്തു? ഇവിടെ ഒരു ഈ ഭാഗത്ത് ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്തു, അതും ടിക്ക്. നൗ ഫോസ്ഫറസ് ഇവിടെ 1, ഇവിടെ 2 ഉണ്ട്. ഓക്കെ, ഈ 2 ഇതിന് രണ്ടും കൂടി ഉള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു, അതും ടിക്ക്. നെക്സ്റ്റ് ക്ലോറിൻ ഇവിടെ 3 2s are 6. ഓക്കെ, ഇവിടെ 3 ഉള്ളൂ. നമുക്ക് ഇവിടെ എന്തായാലും എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കോഫിഷ്യൻ്റിലേക്ക് 3നെ നമ്മളിവിടെ മാറ്റിയിട്ട് എന്ത് ചെയ്യും? 6 എഴുതും. അപ്പോൾ ക്ലോറിൻ ഇവിടെ 3 2s are 6, ഇവിടെ 6. ഇപ്പോൾ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ വേറെ സോഡിയത്തിലൊക്കെ, പക്ഷെ നമുക്കിപ്പോൾ അത് നോക്കണ്ട. നൗ ഓക്സിജൻ ഇവിടെ 4 2s are 8. ഓക്കെ, 2 4s are 8. ഇവിടെ 4 2s are 8 ഓക്സിജൻ, അതും ടിക്ക്. ഓക്കെ, ഇനി വെരിഫൈ ചെയ്യാം. സോഡിയം 2 3s are 6, ഇവിടെ 6. ബാലൻസ് ആയല്ലോ അല്ലേ? ഇനി നമുക്ക് വീണ്ടും ഒന്നും ചെയ്യേണ്ടി വന്നില്ല, അത് ഓൾറെഡി അവിടെ തന്നെ ബാലൻസ് ആയി. ഇനി കാൽഷ്യം ഇവിടെ 3, ഇവിടെയും 3, അതും ടിക്ക്. ഫോസ്ഫറസ് ഇവിടെ 2, ഇവിടെയും 2. ഓക്കെ, ക്ലോറിൻ ഇവിടെ 3 2s are 6, ഇവിടെയും 6, അതും ടിക്ക്. ഇനി ഓക്സിജൻ 4 2s are 8, 4 2s are 8. ഓക്കെ, ജസ്റ്റ് 2 ഇക്വേഷൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, AlBr3 plus K2SO4 gives എന്തൊക്കെ? KBr and Al2SO4 thrice. നമ്മുടെ അടുത്തുള്ള എല്ലാം എഴുതി. എങ്ങനെ? ആദ്യം മെറ്റൽ എഴുതി, പിന്നെ നോൺ മെറ്റൽ എഴുതി, പിന്നെ ഹൈഡ്രജൻ ഇവിടെ ഇല്ല, ലാസ്റ്റ് ഓക്സിജൻ എഴുതി. നമുക്കിത് നോക്കാം. അലൂമിനിയം ഇവിടെ 1, ഇവിടെ 2. സോ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അലൂമിനിയം ടിക്ക്. നെക്സ്റ്റ് പൊട്ടാഷ്യം ഇവിടെ 2, ഇവിടെ ഓൺലി 1. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ഒരു 2 കൊടുക്കുക, അതും ബാലൻസ്ഡ്. ബ്രോമിൻ ഇവിടെ 2 3s are 6, ഇവിടെ പക്ഷേ ഓൺലി 1. സോ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ ഇവിടുന്ന് മാറ്റുക. എന്താക്കി? ഇവിടെ നമ്മൾ 6 ആക്കി. ഇവിടെ ഇപ്പോൾ പൊട്ടാഷ്യം ചേഞ്ച് ആയിട്ടുണ്ട്, അതിലിപ്പോൾ നോക്കണ്ട, 6 ആക്കി. അപ്പോൾ ബ്രോമിൻ ടിക്ക്. നെക്സ്റ്റ് സൾഫർ ഇവിടെ 1, ഇവിടെ 3. സോ എന്ത് ചെയ്യും? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ഒരു 3 കൊടുക്കുക. ഓക്കെ, സൾഫറും ടിക്ക്. നെക്സ്റ്റ് ഓക്സിജൻ ഇവിടെ 3 4s are 12, ഇവിടെ 4 3s are 12. ഇവിടെ വേറൊന്നുമില്ല, ഇവിടെയും വേറൊന്നുമില്ല, ഇവിടെ തന്നെ ഉള്ളൂ. 3 4s are 12, ഇവിടെ 4 3s are 12 ഓക്സിജനും ടിക്ക്. നൗ നമുക്ക് വെരിഫൈ ചെയ്യാം. അലൂമിനിയം ഇവിടെ 2, ഇവിടെയും 2. ഓക്കെ, ടിക്ക്. പൊട്ടാഷ്യം ഇവിടെ ഇപ്പോൾ 3 2s are 6, ഇവിടെയും 6 ആയി. ഓക്കെ, നമുക്കൊന്നും പിന്നെ തിരിച്ച് സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നില്ല, അതും ബാലൻസായി. ബ്രോമിൻ ഇവിടെ 2 3s are 6, ഇവിടെ 6, അതും ടിക്ക്. സൾഫർ ഇവിടെ 3, ഇവിടെ 3, അതും ടിക്ക്. ഓക്സിജൻ ഇവിടെ 3 4s are 12, ഇവിടെ 4 3s are 12. ഓക്കെ, ഇനി ലാസ്റ്റ് ഇക്വേഷൻ. NH3 plus H2SO4 gives NH4 twice SO4. ആദ്യം നമ്മൾ എല്ലാം എഴുതി നമ്മുടെ അടുത്തുള്ള നൈട്രജൻ, സൾഫർ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, നമുക്ക് നൈട്രജൻ നോക്കാം. ഇവിടെ 1, ഇവിടെ 2 ആണുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു 2 കൊടുത്തു. ഓക്കെ, നൗ സൾഫർ ഇവിടെ 1, ഇവിടെ 1. ഓക്കെ, സോറി, ഇവിടെ ബാലൻസ് ആയത് ടിക്ക് ഇടാൻ മറന്നുപോയി. ഇനി സൾഫർ ഇവിടെ ബാലൻസ്ഡ്. ഹൈഡ്രജൻ ഇവിടെ 2 3s are 6 പ്ലസ് ഇവിടെ ഒരു 2 കൂടി ഉണ്ട്. ഓക്കെ, ഇവിടെ 2 3s are 6 പ്ലസ് 2 8. ഇവിടെ 4 2s are 8, രണ്ട് സൈഡിലും 8 ടിക്ക്. ഇനി ഓക്സിജൻ ഇവിടെ 4, ഇവിടെ 4. നൗ ഇതും ടിക്ക്. ഇനി വെരിഫൈ ചെയ്യാം. നൈട്രജൻ ഇവിടെ 2, ഇവിടെയും 2 ടിക്ക്. സൾഫർ
ഇവിടെ 1, ഇവിടെയും 1. ടേക്ക് ഹൈഡ്രജൻ, ഇവിടെ 2 3s are 6 +2, ഇവിടെ 6 + 2 8, ഇവിടെ 8. ഓക്കെ, അതും ഓക്കെ. നൗ ഓക്സിജൻ, ഇവിടെ 4, ഇവിടെയും 4. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് മെത്തേഡ് 1 ആണ്, നിങ്ങളുടെ ബുക്കിലുള്ള മെത്തേഡ്. ഇനി ഒരു മെത്തേഡ് 2 വരുന്നുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇതൊരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. കുറേ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അങ്ങനെ കണ്ടിട്ടൊന്നും ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുക്കിലുള്ളത് നിങ്ങളിനി തന്നെ ചെയ്ത് നോക്കുക ആദ്യം. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, നമ്മളവിടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. എക്സസൈസ് വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് എത്ര പ്രാക്ടീസ് ചെയ്യും അത്ര നിങ്ങൾക്ക് ഈസിയാവും. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ 10th ലെവൽ വരെയുള്ള എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വേറെ ഇക്വേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ആയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പക്ഷേ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോർഷന്. പിന്നെ ഈ പോർഷന് എന്തായാലും ക്വസ്റ്റ്യൻസും ഷുവറാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, അതും കാണാം. അതിൽ പിന്നെ വേറൊരു പോർഷൻ വരുന്നത് കെമിക്കൽ ഫോമുല എഴുതുന്നതാണ്. കാരണം നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഫോമിൽ ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ സെൻറ്റൻസ് ഫോം തരികയാണെങ്കിൽ അതിനെ ഇക്വേഷനിലേക്ക് എഴുതണം അല്ലേ. കാരണം ഇപ്പോൾ അമോണിയം സൾഫേറ്റ് റിയാക്ട് വിത്ത്, അല്ലെങ്കിൽ ബേരിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് സംതിങ് എൽസ്, എന്തെങ്കിലും ഒരു ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പൗണ്ട്സ് എഴുതാൻ അറിയണം. മെയിനായിട്ട് നിങ്ങൾക്ക് 2 ആറ്റംസ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് വരുള്ളൂ. അപ്പോൾ അത് എഴുതാൻ അറിയുന്നത് നിങ്ങൾ 9th ചെയ്ത കാര്യമാണ്. അത് ഡൗട്ടുള്ളവർക്ക്. അപ്പോൾ ആ ഒരു കെമിക്കൽ ഫോമുല എഴുതുന്ന പാട്ടും സെക്കൻഡ് മെത്തേഡും കൂടി ഒരുമിച്ച് നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്. സോ ഓക്കെ, ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.